Hey, what's up guys? Welcome back to another video. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് ലേറ്റസ്റ്റ് സോണിയുടെ ഫ്ലാഗ്ഷിപ്പ് 2024 ഫ്ലാഗ്ഷിപ്പ് ലൈനപ്പ് ആയ ബ്രാവിയ 8 OLED ടിവിയുടെ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. സോ ദിസ് ഈസ് ദ ന്യൂ സോണി ബ്രാവിയ 8 55-inch OLED TV. അത് 2024 ലേറ്റസ്റ്റ് സിനിമ കം ഹോം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിൽ സോണി ഇൻട്രൊഡ്യൂസ് ചെയ്ത 3 TV ലൈനപ്സ് ആണ്. ബ്രാവിയ 7, ബ്രാവിയ 8 ആൻഡ് ബ്രാവിയ 9. സോ ബ്രാവിയ 7ഉം 9ഉം ആക്ച്വലി ഫുൾ അറേ ബാക്ക് ലൈറ്റ് LED ഓപ്ഷൻ ആണ് വരുന്നത്. ബട്ട് ബ്രാവിയ 8 വരുമ്പോഴത്തേക്കും അത് OLED കാറ്റഗറിയിൽ വരുന്നതാണ്. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുന്നത് സോണി ദ ന്യൂ ബ്രാവിയ 8 OLED 55-inch. 3 സൈസിലാണ് അവൈലബിൾ ആയിട്ട് വരുന്നത്. 55-inch, 65-inch ആൻഡ് 77-inch. നമ്മൾ അൺബോക്സ് ചെയ്യാൻ തുടങ്ങിയാണ് ഗൈസ്. ഒരു സ്റ്റാൻഡ് കിട്ടുന്നുണ്ട്. അത്യാവശ്യം മെറ്റലിൻ്റെ ഒരു ഡീസൻറ്റ് പ്രീമിയം ക്വാളിറ്റി സ്റ്റാൻഡാണ്. 2 സ്റ്റാൻഡ് ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. രണ്ടും പ്രീമിയം ക്വാളിറ്റി മെറ്റൽ സ്റ്റാൻഡാണ്. അതിൻ്റെ പേപ്പർ വർക്ക്സും കാര്യങ്ങളും, പിന്നെ കേബിള്, പിന്നെ അതിൻ്റെ കൂടെ തന്നെ സോണിയുടെ തന്നെ ന്യൂ ബാക്ക് ലൈറ്റ് LED സപ്പോർട്ടോട് കൂടിയ റിമോട്ട് ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. പിന്നെ നമുക്കിതിൽ ഒരു അഡീഷണൽ ഓൾഡ് മോഡൽ റിമോട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് സംഭവം കൊള്ളാം. പിന്നെ ഇതിൽ ബാക്ക് സൈഡിൽ നമുക്ക് സ്പേസ് ഒക്കെ ഫില്ല് ചെയ്യാനായിട്ടുള്ള പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ ആയിട്ടുള്ള ഒരു സ്ട്രിപ്സ് കൊടുത്തിട്ടുണ്ട്. സോ ഇത്രയാണ് ഇതിൻ്റെ ആ ഒരു ഫസ്റ്റ് അൺബോക്സ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മുടെ HDMI പോർട്സും ആ ഒരു സംഭവം, ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ടുള്ളത്, ഇത് അപ്പുറം ഇപ്പുറം ഫില്ല് ചെയ്യാനായിട്ടുള്ള 3 പ്ലാസ്റ്റിക് പീസാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇത് ബാക്ക് ലൈറ്റ് LED ഒക്കെ കൂടി സപ്പോർട്ട് ചെയ്യുന്ന USB Type-C ചാർജിങ് സപ്പോർട്ടോട് കൂടിയ ഒരു റിമോട്ട്, പുതിയ റിമോട്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതിന് കൂടാതെ തന്നെ ഒരു എക്സ്ട്രാ റിമോട്ട് കൂടി ഇത് കൊടുത്തിട്ടുണ്ട്. ഇത് വരുന്നത് പവർ കേബിൾ വരുന്നുണ്ട്, റിമോട്ട് ചാർജ് ചെയ്യാനായിട്ടുള്ള ചാർജിങ് കേബിൾ, ബാറ്ററി. മെയിൻ യൂണിറ്റ് പുറത്തേക്ക് എടുക്കുന്നതിന് മുന്നേ ഇവിടെ ആയിട്ടൊരു ലൈൻ കൊടുത്തേക്കണ കാണാം. കണ്ടോ? ഈ ലൈൻ ഇതാണ് നമ്മുടെ മെയിൻ ബ്രാവിയ 8. നമുക്കിനി ഇത് പുറത്തേക്ക് എടുക്കാം. പവർ കേബിൾ ഇൻസേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആണ് ഇതിൻ്റെ സ്റ്റാൻഡ് ഫിറ്റ് ചെയ്യാനായിട്ടുള്ള 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ക്ലോസ് ആയിട്ട് ചെയ്യാൻ പറ്റും, വൈഡായിട്ടും നമുക്ക് സ്റ്റാൻഡ് ഇതിൽ ഫിക്സ് ചെയ്യാൻ പറ്റും. ഇതിൽ തന്നെ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ഫിക്സ് ചെയ്യാനായിട്ടുള്ള 3 ഡോട്ടാണ് ഒരു താഴത്ത് കൊടുത്തിട്ടുള്ളത്. ഇവിടെയും അത് 2 സൈഡിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ സെൻട്രൽ സൈഡിലായിട്ട് വരുമ്പോഴേക്കും ഇവിടെ ഇതിൽ സബ് വൂഫർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ 4 സ്ക്രൂസ് നമുക്ക് വോൾ മൗണ്ട് ഫിറ്റ് ചെയ്യാനായിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഓപ്ഷൻ ആണെങ്കിൽ 4 സ്ക്രൂസ് കൊടുത്തിട്ടുണ്ട്. ഒരു എയർ ഹോൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു റൈറ്റ് സൈഡിൽ ട്യൂട്ടർ. പിന്നെ ഇവിടെയാണ് ഇതിൻ്റെ HDMI പോർട്സും കാര്യങ്ങളെല്ലാം ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കിത് ഫുള്ളായിട്ട് ഇങ്ങനെ വെച്ചിട്ട് കവർ ചെയ്യാൻ പറ്റും. സൈഡിലും ഇതിൻ്റെ സ്റ്റാൻഡ് ലെഗ് രണ്ടും ഫിക്സ് ചെയ്തു. സോ ഇതാണ് ഇതിൻ്റെ ഒരു ബാക്ക് സൈഡിൽ നോക്കുമ്പോഴൊരു ലുക്ക് വരുന്നത്. ലെഗിൻ്റെ ആ ഏരിയ ഇല്ലേ, അത് കവർ ചെയ്യാനായിട്ടുള്ള 2 കവേഴ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇവിടെ വെച്ചിട്ട് താഴെയായിട്ടാണ് ഇതിൻ്റെ ബട്ടൺ വരുന്നത്. ഫ്രണ്ട് സൈഡിലായിട്ട് ഒരു LED ഇൻഡിക്കേഷൻ ഇതിവിടെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ 2 സൈഡിലായിട്ടും കൊടുത്തിരിക്കുന്ന ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡീസൻറ്റ് ക്വാളിറ്റി മെറ്റാലിക് ഫിനിഷ്ഡ് സ്റ്റാൻഡാണ് ഇതിൽ സോണി കൊടുത്തിട്ടുള്ളത്. ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഇതിൻ്റെ HDMI പോർട്ട്, അതുപോലെ EARC ഇൻപുട്സ്, അങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വരുന്നത്. റൈറ്റ് സൈഡിൽ ബാക്ക് സൈഡിലായിട്ടാണ് ഇതിൻ്റെ പവർ ഇൻപുട്ട് വരുന്നത്. ഇവിടെ ആയിട്ടാണ് നമുക്കിത് ഡിറ്റാച്ചബിൾ പവർ കേബിളാണ് വരുന്നത്. ബ്രാവിയ 9 അതിൽ ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു പവർ കേബിൾ വരുന്നത്. സോ ഇത് നമുക്ക് പവർ കേബിൾ നമുക്ക് സെപ്പറേറ്റ് ഡിറ്റാച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പവർ കേബിൾ അത് കൊടുത്തിട്ടുള്ളത്. ഫ്രെയിം ആക്ച്വലി ഭയങ്കര സ്ലിം ആയിട്ടുള്ള ഫ്രെയിമാണ് കേട്ടോ. ഭയങ്കര സ്ലിം ആയിട്ടുള്ള ഫ്രെയിമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഒരു മെറ്റാലിക് ഫിനിഷോട് കൂടി ഒരു ഫ്രെയിമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അത്യാവശ്യം ബാക്ക് സൈഡിലാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ആ ഒരു മെറ്റീരിയൽസ് ഒക്കെ വരുന്നതും
നല്ല പ്രീമിയം ക്വാളിറ്റി ഹാർഡ് പ്ലാസ്റ്റിക് ആണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത്. ഇവിടുന്ന് ഒരു എൻറ്റയർ ലുക്ക് തന്നെ ഒരു പ്രീമിയം ടച്ച് ലുക്കാണ് കൊടുത്തിരിക്കുന്നത്. ബ്രാവിയ 8 ഭയങ്കര രസമാണ് കാണാൻ കേട്ടോ. ആ ഒരു ബ്ലാക്ക് ഡിസൈനിൽ ഫുൾ മെറ്റൽ പാർട്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ലുക്ക് വൈസ് ഈ പ്രീമിയം എന്നൊക്കെ പറഞ്ഞ ഇതാണ് പ്രീമിയത്തിന്റെ ഫൈനൽ വേർഡ് എന്നൊക്കെ പറയാം. അത്രയ്ക്ക് രസമാണ് കാണാനായിട്ട്. ഇതാണ് ഇതിൻ്റെ രണ്ട് റിമോട്ടാണ്. ഇത് പഴയതാണ്, ഇത് പഴയ മോഡലാണ്. പക്ഷേ നമുക്കിത് സെയിം പാക്കേജിൽ തന്നെ ഈ രണ്ട് റിമോട്ടും സോണി തരുന്നുണ്ട്. ഇതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് സി റീചാർജിങ് സപ്പോർട്ടോട് കൂടിയ ഒരു പുതിയ റീഡിസൈൻഡ് ആയിട്ടുള്ള ഒരു പ്രീമിയം റിമോട്ട് കൺട്രോളാണ്. ഇത് ബാക്ക് ലൈറ്റ് സപ്പോർട്ടഡ് ആണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ചാർജിങ് ബാറ്ററി ബാക്കപ്പ് ഇതിൽ കിട്ടുന്നുണ്ട്. യൂട്യൂബ്, നെറ്റ്ഫ്ലിക്സ്, ഡിസ്നി പ്ലസ്, പ്രൈം വീഡിയോ ഒക്കെ ആയിട്ടുള്ള ഒരു ഡെഡിക്കേറ്റഡ് ബട്ടൺസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഓപ്ഷൻ ബട്ടൺസും പിന്നെ സെറ്റിങ്സ്, മെനു, TV ഇൻപുട്ട്സ് ചേഞ്ച്, പവർ ഓൺ ഓഫ് അതൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. സംഭവം അടിപൊളിയായിട്ടുണ്ട്. ബെസ്റ്റ് ക്വാളിറ്റി ആയിട്ടുള്ള ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് പ്ലസ് സൗണ്ട് എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു ബ്രാവിയ 8 നിന്ന് കിട്ടും. ലേറ്റസ്റ്റ് XR പ്രോസസ്സറാണ് വരുന്നത്. വോയിസ് സൂം എന്ന് പറഞ്ഞൊരു സംഭവം വരുന്നുണ്ട്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. 4K Ultra HD ഹൈ ഡൈനാമിക് റേഞ്ച് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇത് സ്മാർട്ട് TV ആണ്. അത് ഗൂഗിൾ TV ആയിട്ടാണ് നമ്മളിത് പെർഫോം ചെയ്യുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. വീണ്ടും പുതിയ വീഡിയോയുമായി കാണുന്നവരെ ബൈ.